വീണ്ടും ഇരുട്ടിലേക്ക് നീങ്ങുകയാണോ? വേനൽക്കാലത്ത് മാത്രമല്ല, കാലവർഷം കനക്കേണ്ട ജൂലൈ മാസത്തിലും സംസ്ഥാനം കടുത്ത പവർക്കട്ടിലേക്ക് വഴിമാറുമ്പോൾ ജനങ്ങളുടെ പ്രതിഷേധം വാനോളം ഉയരുകയാണ്. എന്നാൽ ഇതിലും വലിയൊരു രാഷ്ട്രീയ വില്ലൻ ഇതിന് പിന്നിലുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പ്രഖ്യാപനങ്ങൾ വെറും ജലരേഖയാക്കി മാറ്റിക്കൊണ്ട് സാധാരണക്കാരന്റെ ചുമലിൽ ഇരുട്ടടി നൽകുന്ന പവർക്കട്ട് നയത്തിനെതിരെ സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ ഇപ്പോൾ സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നു. പീക്ക് അവറിൽ മാത്രം നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന വാഗ്ദാനം വിഴുങ്ങി ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ മുന്നോട്ടു പോക്കെന്ന് മറ്റാരുമല്ല, ഭരണകക്ഷിയിലെ പ്രധാന ശക്തിയായ CPIM തന്നെ പരസ്യമായി കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. തലസ്ഥാന നഗരി മുതൽ മലയോര ഗ്രാമങ്ങൾ വരെ വ്യത്യാസമില്ലാതെ മണിക്കൂറുകളോളമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം തുടരുന്നത്. രാത്രി 7 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെയുള്ള സമയങ്ങളിൽ പല ഘട്ടങ്ങളിലായി 2 മണിക്കൂർ വരെയാണ് നിലവിൽ പവർ കട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പീക്ക് അവറുകളിൽ മാത്രം ചെറിയ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു സർക്കാർ ആദ്യം ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ്. എന്നാൽ ഈ പ്രഖ്യാപനത്തിൽ നിന്നും അധികൃതർ പൂർണ്ണമായും പിന്നോട്ടു പോയതാണ് CPIM സംസ്ഥാന നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതോടെ നഗര ഗ്രാമഭേദമന്യേ ജനജീവിതം പൂർണ്ണമായും ദുസ്സഹമായി മാറിയിരിക്കുകയാണ്. കൃത്യമായ ആസൂത്രണമില്ലായ്മയാണ് ഈ തകർച്ചയ്ക്ക് കാരണമെന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. UDF സർക്കാരിന്റെ ഭരണപരാജയമാണ് സംസ്ഥാനത്തെ ഈ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതെന്ന് CPIM കുറ്റപ്പെടുത്തുന്നു. എൽനിനോ പ്രതിഭാസം മൂലം ഇത്തവണ മഴ കുറയുമെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മാസങ്ങൾക്ക് മുൻപ് തന്നെ നൽകിയിരുന്നതാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് മറ്റ് പല സംസ്ഥാനങ്ങളും വിപണിയിൽ നിന്ന് ആവശ്യത്തിന് വൈദ്യുതി മുൻകൂട്ടി വാങ്ങി തങ്ങളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിച്ചു. എന്നാൽ കേരളത്തിൽ അത്തരം ഒരു ദീർഘവീക്ഷണം ഉണ്ടായില്ലെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. നിലവിൽ സംസ്ഥാനത്ത് ഏതാണ്ട് 600 മെഗാവാട്ടിന്റെ വലിയൊരു കുറവാണ് രേഖപ്പെടുത്തുന്നത്. പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സെക്കിയുമായി വ്യാഴാഴ്ച ഉണ്ടാക്കിയ 200 മെഗാവാട്ടിന്റെ കരാർ പോലും താൽക്കാലിക ആശ്വാസം മാത്രമാണ് നൽകുക. റൗണ്ട് ദ ക്ലോക്ക് വ്യവസ്ഥയിൽ വിപണിയിൽ നിന്ന് അടിയന്തരമായി വൈദ്യുതി വാങ്ങുമ്പോൾ വലിയ സാമ്പത്തിക നഷ്ടമാണ് KSEBക്ക് ഉണ്ടാവുന്നത്. 1500 മെഗാവാട്ട് ആവശ്യപ്പെടുമ്പോൾ കേവലം 50 മെഗാവാട്ട് മാത്രമാണ് വിപണിയിൽ നിന്ന് ലഭ്യമാകുന്നതെന്നതും തിരിച്ചടിയുടെ ആഴം കൂട്ടുന്നു. ഇതിന് വിരുദ്ധമായി മുൻപ് LDF ഭരണകാലത്ത് കടുത്ത പ്രതിസന്ധികൾ ഉണ്ടായിരുന്നപ്പോൾ പോലും കൃത്യമായ ആസൂത്രണം വഴി പവർക്കട്ട് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിച്ചിരുന്നുവെന്ന് CPIM ഓർമ്മിപ്പിക്കുന്നു. 2025 ജൂലൈയിൽ വൈദ്യുതി ആവശ്യം 3500 മുതൽ 3600 മെഗാവാട്ട് വരെ ഉയർന്നപ്പോഴും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ലോഡ് ഷെഡിംഗ് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിലവിലെ ഭരണകൂടം ജനങ്ങളെ ഇരുട്ടിൽ നിർത്തുന്നതിനെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും നിയമസഭയിൽ ശക്തമായി രംഗത്ത് വന്നിരുന്നു. ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് പോലും വൈദ്യുതി തടസ്സപ്പെടുന്നത് കായിക പ്രേമികളെ കടുത്ത നിരാശയിലാഴ്ത്തുന്നുവെന്ന കാര്യവും പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു. സാങ്കേതിക പഠനവും എല്ലാവരും യോജിച്ചുള്ള പ്രവർത്തനവും ആവശ്യമാണെന്നാണ് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പ്രതികരണം. എൽനിനോ പ്രതിഭാസവും മഴക്കുറവും മുൻകൂട്ടി അറിഞ്ഞിട്ടും കൃത്യമായ ഒരു പ്ലാൻ B തയ്യാറാക്കുന്നതിൽ KSEBക്കും സർക്കാരിനും എവിടെയാണ് വീഴ്ച പറ്റിയത്? സാധാരണക്കാരന്റെ നികുതിപ്പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം പ്രതിസന്ധി വരുമ്പോൾ ജനങ്ങളെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്നത് എത്രത്തോളം ന്യായീകരിക്കാനാകും? ഭരണമുന്നണിയിൽ നിന്ന് തന്നെ ഇപ്പോൾ ഉയരുന്ന ഈ വിരൽ ചൂണ്ടലുകൾക്ക് മുന്നിൽ അധികൃതർക്ക് ഇനി എത്ര നാൾ മൗനം പാലിക്കാൻ കഴിയും? എന്തായാലും വരും ദിവസങ്ങളിൽ KSEB സ്വീകരിക്കുന്ന അടിയന്തര നടപടികൾ തന്നെയായിരിക്കും കേരളം ഇരുട്ടിലാകുമോ അതോ വെളിച്ചത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന് തീരുമാനിക്കുക. കേവലം പ്രഖ്യാപനങ്ങൾ കൊണ്ട് മാത്രം ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരമാകില്ല എന്നീ രാഷ്ട്രീയ വടംവലികൾ വ്യക്തമാക്കുന്നുണ്ട്. പീക്ക് അവറിലെ നിയന്ത്രണം എന്ന വാഗ്ദാനം ലംഘിക്കപ്പെടുമ്പോൾ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയായി മാറുകയാണ്. സ്വന്തം പാർട്ടിയുടെ തന്നെ കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സാങ്കേതിക ന്യായീകരണങ്ങൾക്കപ്പുറം പ്രായോഗികമായ പരിഹാരങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കരാറുകളും താൽക്കാലിക ക്രമീകരണങ്ങളും കടന്ന് സംസ്ഥാനം ഈ വലിയൊരു പവർക്കട്ട് ഭീഷണിയിൽ നിന്ന് എപ്പോൾ മോചിതമാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മഴക്കുറവിനെയും ജനങ്ങളുടെ അമിത ഉപയോഗത്തെയും പഴിചാരി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന ആക്ഷേപം ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങൾ. ഈ കടുത്ത പ്രതിസന്ധിക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ KSEBയും സർക്കാരും എത്രത്തോളം വേഗത്തിൽ നീങ്ങുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്.